ഇതിന്റെ രണ്ട് തരത്തിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരു തരത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് DAB, ഇവിടെ ബി ഉണ്ടല്ലോ, ഇവിടെ സി ഉണ്ട്. DAB എന്ന കോണാണ് എന്ന് പറഞ്ഞാൽ ഈ 70 50 70 50 കൂടി കൂട്ടിയാൽ എത്രയാണ്? 120. അപ്പൊ DAB 120 എന്ന് കിട്ടി. അപ്പൊ ഈ DABക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ DAB എന്ന ഈ 120 കോണിന്റെ ഈ ഒരു കോൺ ആരായിരിക്കും എന്നാണ്. കാരണം ഇത് വരകൾ സമാന്തരമാണല്ലോ. അങ്ങനെയാകുമ്പോൾ ഇത് കോ ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 120 വരുമ്പോൾ ഇവിടെ കിട്ടുന്ന കോൺ എന്തായാലും 60 മതിയാവും. അങ്ങനെയാണെങ്കിൽ 120 + 60 180 കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആന്തര സഹകോണുകൾ കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഒന്ന് ആ വഴിയാണ്. ഇനി വേറെ ഒരു വഴിയും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഈ വഴിക്കാണോ അളവ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ വേറൊരു വഴി കൂടി ഉണ്ടായിരുന്നോ? അത് ഏത് വഴിയാണ്? ആർക്കെങ്കിലും പറയാമോ? സർ ട്രയാങ്കിളുടെ ശരിയാണ്. ഈ DAC എന്ന കോൺ അതൊന്ന് പരിഗണിക്കാം. DAC എന്ന കോൺ ഇത് പരിഗണിച്ചു, അത് 70 ആണ്. അപ്പൊ BCA എന്ന കോണോ? BCA എന്ന കോൺ ഇത് 70 ആകുമ്പോൾ ഇതായിരിക്കും 70. അതെന്തുകൊണ്ടാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. മറുകോണുകൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പം 70ഉം 50ഉം കൂടി കൂട്ടിയെത്തിയ മക്കളെ 120. ട്രാഫിക് 60 ഉണ്ടാവും. 60. വളരെ ഈസിയാണ്. അപ്പൊ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടും. കൂട്ടി നോക്കിയോ എത്ര മാർക്ക് കിട്ടുന്നുള്ളത്? കൂട്ടി നോക്കി സർ. എത്ര? ഈ കണക്കിന് മാത്രം 20ൽ ഒരു 15ലധികം പിടിച്ചോ? ഓ, 15ലധികം കിട്ടും. എന്തായാലും കണക്ക് വളരെ ഈസിയാണ്. ശരി, അടുത്ത രണ്ടാമത്തെ ചോദ്യം ഒന്ന് ഓടിച്ചു പോകാം. കാരണം കുട്ടികളിൽ നിന്ന് കുറവാണ്, നമുക്ക് നാളെ പരീക്ഷ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് സ്പീഡിൽ ഓടിച്ചു പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ 1.37 1.37 × 5.7 ഇതിന് ഈക്വൽ ആയത് ഏതാണ്? ഇതില് ഒരു ചെറിയ സംശയം നിങ്ങൾക്ക് വരിക. ഈ ഓപ്ഷൻ 0.137 × 57 ആണ് ശരി. കാരണം ഇവിടെ പോയിന്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനവും ഇവിടെ 1 സ്ഥാനവും മൊത്തം 3 സ്ഥാനങ്ങളിൽ ഇതിന് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ ചെറിയ ഡൗട്ട് വരാം. അതുകൊണ്ട് ആ ചോദ്യം രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന രീതി കൊടുത്തത് 137 × 0.570 എന്ന ഈ 0 നമ്മൾ പരിഹരിക്കില്ല. അതുകൊണ്ട് അവിടെ 3 സ്ഥാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യത്തില് ഏത് ഓപ്ഷനാണ് ശരി? ജോസ് സർ അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് തന്നെയാണോ എഴുതിയത്? അത് തന്നെയാണ് സാർ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കും. ഓരോ കോഹോസ്റ്റ് കയറിയിട്ട് അടുത്ത ക്വസ്റ്റ്യന്റെ വിവരണം പറയുക. അപ്പൊ ഞാൻ പറയാനില്ലേ ഇത് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ പറയുന്നത് പ്രശ്നം വന്നിട്ട് ഞാൻ ഇടപെട്ടാൽ മതിയല്ലോ. നമുക്ക് ഈ ചോദ്യം ഒന്ന് കേന്ദ്രം ഒന്ന് വിവരിക്കാമോ? ഈ ചോദ്യം എങ്ങനെയാണ് 0.137 × 57 സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളത്? യെസ് സാർ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനില് 1.37 × 5.7 എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ടോട്ടൽ ഫസ്റ്റ് 1.37 നോക്കുകയാണെങ്കിൽ 2 നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഉള്ളത്. അതുപോലെ തന്നെ 5.7 നോക്കുകയാണെങ്കിൽ 1 നമ്പർ ആയിട്ടാണ് ഡെസിമൽ പോയിന്റ് ഉള്ളത്. അപ്പൊ ടോട്ടൽ 3 നമ്പർ ആയിട്ടാണ് ഡെസിമൽ പോയിന്റ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറിലും 3 നമ്പർ കഴിഞ്ഞിട്ടായിരിക്കണം ഡെസിമൽ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനില് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ.
0.570 എന്നതിൽ 3 ഡെസിബിൾ കാണുന്നില്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് അതെടുക്കുന്നില്ല? നമ്മൾ സീറോനെ കൺസിഡർ ചെയ്യില്ല സർ. കൺസിഡർ ചെയ്യില്ല, നമ്മൾ ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യില്ല. ശരിയാണ്, വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യം കോഹോസ്റ്റായ ഏത് കുട്ടിയാണ് ഇത് വിവരിക്കുക? ചോദ്യം ഇതാണ്, ഞാൻ പറയും, എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചെടുത്താൽ മതി. ഒരു സ്ക്വയറിന്റെ ആ സ്ക്വയറാണ്, റെക്ടാങ്കിൾ അല്ല. ഒരു സ്ക്വയറിന്റെ ഓരോ സൈഡും ഓരോ വശവും 10% വർദ്ധിപ്പിച്ചാൽ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന പരപ്പളവിൽ ഉണ്ടാകുന്ന വർധനം എത്രയാന്നുള്ള ചോദ്യം. ആ ക്വസ്റ്റ്യൻ ഇഷ്ടമായാലും ഈ ക്വസ്റ്റ്യൻ ആരാണ് പറഞ്ഞു തരുന്നത്? ഏതെങ്കിലും കോഹോസ്റ്റ് മുന്നോട്ട് വരും. ആരെങ്കിലും ഒരാൾ വന്നു. ആദ്യം ഞാൻ പറയാൻ തന്നെ കുട്ടിയാരാ? ആരാണ് ഞാൻ പറയാൻ ആദ്യം പറഞ്ഞത്? മൈക്ക് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് പറയും അങ്ങനെ. ഞാനിത് ചെയ്തത് ഇതിന് ആദ്യം എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കി. 10 വശമുള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ 100 ആയിരിക്കും അതിന്റെ പരപ്പളവ്. അപ്പോ അതിനെ 10% വർദ്ധിപ്പിച്ച് 11 ആക്കിയാൽ 11ന്റെ സ്ക്വയർ 121 ആണ്. അതായത് 21% വർദ്ധിച്ചു. അത് തന്നെയാണ് അതിന്റെ ശരി, അത് തന്നെയാണ് ശരി. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലം 10 എടുക്കാം. ഒരു സൈഡ് 10 എടുത്ത്, അപ്പം എല്ലാ സൈഡും 10 വീതമായിരിക്കുമല്ലോ. അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എടുത്തത് 10 × 10 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് മനസ്സിലായി. പിന്നെ ആ 10നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും 11 ആക്കി മാറ്റുകയായി. അപ്പം അവിടെ പെട്ടെന്ന് നമുക്ക് 20% 10% എന്തും തെറ്റിപ്പോകാൻ സാധ്യതയില്ല. അത് വീണ്ടും 11 × 11 ആയിട്ടാണ് മാറുന്നത്. 11 × 11 എന്നുള്ളത് ജസീം പറഞ്ഞതുപോലെ 11 × 11 121 ആണ്. അപ്പൊ 100 121 ആണെങ്കിൽ അവിടെ വർദ്ധനവ് വരുന്നത് 21%. അത് ക്ലിയർ ആണ്? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നടത്താതെ നടത്താം. ശരിയല്ലേ? ശരി. ഇനി 34ാമത്തെ ചോദ്യമായിട്ട് ഇതിലുള്ളത് അത് ഞാൻ പറയാം. 34ാമത്തെ ചോദ്യമായിട്ട് ഇതിലുള്ളത് ഗായത്രി കേൾക്കാമോ? കേൾക്കാം സർ. ഇതിലുള്ള ചോദ്യം ഇതാണ്. 6 ഫാക്ടേഴ്സ് ഉള്ള 6 ഘടകങ്ങളുള്ള 6 ഫാക്ടേഴ്സ് ഉള്ള സംഖ്യ ഇതിലേതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിലെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചാൽ പോലെ. 4⁵5. Option B 5⁵3 × 7⁵2. Option C 71⁵5. Option D 3 × 5 × 7 × 11. ഓക്കെ. ഇതില് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ 4⁵5 എന്ന് പറഞ്ഞ ആള് ഈ 6 ഘടകമാണ് പെട്ടെന്ന് തോന്നും. പക്ഷെ 4 ഓപ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് അതിനെ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കിയിട്ട് 2⁵2 എഴുതിയിട്ട് 2⁻10 ആണ്. അത് 11 ഘടകമാണ്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ +1 കൊടുത്തു കഴിഞ്ഞാൽ 4 × 3 12 ഘടകമാണ്. പക്ഷെ 71 ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്, അത് അഭാജ്യസംഖ്യയാണ്. 71 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അഭാജ്യസംഖ്യകൾ കാണാതെ പഠിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ 21⁵5 എന്നുള്ളത് 5 + 1 എന്നതാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങള് ഇപ്രാവശ്യം നമ്മൾ 25 എപ്പിസോഡായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുത്തത്. അതിൽ ഓരോ എപ്പിസോഡിലും ഏതെന്നൊക്കെ വന്നതെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ 25 ഈ പ്രാവശ്യത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഓൺലൈൻ ക്ലാസ്സിന്റെ നമ്മൾ റെക്കോർഡ് ചെയ്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊക്കെ ഇതിന് സമാനമായ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഇതിലും കുഴപ്പമുള്ള ചോദ്യം കാണാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കുറെ ഉപകാരപ്പെട്ടത്. അപ്പോൾ നിങ്ങളിലുള്ള കുട്ടികൾക്ക് ഇനി 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റാണ് പരിചയപ്പെടുന്നത്. 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഏപ്രിൽ 5-ാം തീയതി മുതൽ കൊടുക്കുകയാണ്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നേരിട്ട് വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ NMMSയുടെ ക്ലാസ്സുകളും കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മുൻകൂട്ടി പഠിക്കേണ്ടതുണ്ട്, ധാരാളം പഠിക്കേണ്ടതുണ്ട്. ശരി, അടുത്ത ചോദ്യം ആരാണ് വായിക്കുന്നത്, ആരാണ് വിവരിക്കുന്നത്?
ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരും. ചോദ്യം ഇതാണ്, RX -1 അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ തൊട്ടടുത്ത ഓഡ് നമ്പർ ഏതെന്നുള്ള ചോദ്യമാണ്. ആരാണ് പേര് പറയും? ഫെർമിൻ ജോസ്. ഫെർമിൻ ജോസ്. വീഡിയോ ഓൺ ചെയ്ത് പറയൂ, എന്താണ് തൊട്ടടുത്ത ഓഡ് നമ്പർ? ഒരു RX എന്ന് കൊടുത്തിട്ടുണ്ട്, RX +1 കൊടുത്തിട്ടുണ്ട്, RX +2 കൊടുത്തിട്ടുണ്ട്, 7 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും തൊട്ടടുത്ത ഓഡ് നമ്പർ? 6x+1. അതായത് RX 6+1 ആണെന്നാണ് ശരി. ഈ RX -1 ഓഡ് നമ്പർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഈവൺ നമ്പർ RX ആയിരിക്കും. അത് ഉറപ്പാണ്. ഇനി RX ഒരു രക്തസംഖ്യയാണെങ്കിൽ അതിനോട് വീണ്ടും ഒന്ന് RX-ന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണ് RX +1 പോയിരിക്കുന്നത്. ഏതെങ്കിലും ക്ലാരിറ്റി വരുത്താണെങ്കിൽ നിങ്ങളിപ്പോ തന്നെ ചോദിക്കാം. ഓക്കെ, ഫെർമിൻ ജോസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അതായത് RX -1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ RX ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ RX +1 ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 36 ആണ് ഇതിലുള്ളത്. ഇപ്പോ പിന്നെ C സെറ്റിലുള്ളത്. അത് പ്രശ്നമൊന്നുമില്ല, ആരാണ് വിരിക്കുന്നത് പറഞ്ഞാൽ മതി. ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിളില് AB എന്ന ഒരു വരി അടി കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാമോ? കാതറിന് ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കും, കൂടെ ഉണ്ടെങ്കിൽ. In the picture below, O is the center of the circle and A and B are the points on the circle. Calculate the length of AB. ഇതാണ് ചോദ്യം. അപ്പോ ഇവിടെ 6 ആണ് ഈ ഒരു നീളം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഇവിടുന്ന് 10 തന്നിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ഉറപ്പാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് നമുക്ക് ഈ വശം എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. 10നെ സ്ക്വയർ ചെയ്യുന്നു, അതിൽ നിന്ന് 6ന്റെ സ്ക്വയർ കൊണ്ട് കുറയ്ക്കുന്നു. 100-ൽ നിന്ന് 36 മൈനസ് ചെയ്യുന്നു, നമുക്ക് 64 കിട്ടുന്നു. ആ 64ന്റെ സ്ക്വയർ റൂട്ടായ 8 ആയിരിക്കും ഇവിടെയുള്ള വശം. ഇതിന്റെ കേന്ദ്രമാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടും 8 തന്നെയാണ്. അപ്പൊ 8 8 16. 16 ശരി അല്ലേ കാതറിൻ? Yes, sir. ഇങ്ങനെ 16 കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുമോ? Okay, sir. ഇവിടെ ഇപ്പം തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ് 6 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് 10 സെന്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്താൽ മതി. അതായത് 100 - 36 64 എന്ന് കിട്ടും. അപ്പൊ √64 is 8. അപ്പം അതിന്റെ ഒരു വശം 8 ആണെന്ന് കിട്ടി. അപ്പൊ അത് സെയിം ലെങ്ത് തന്നെ ആയിരിക്കും അതിന്റെ അപ്പുറത്തെ വശം. അതായത് 8 + 8 16 ആയിരിക്കും. ഓക്കെ ഓക്കെ ഗുഡ്. ഫെർമിൻ ജോസ് കണ്ണടയിൽ വെച്ചിട്ടാണ് ഉദ്ധരിക്കുന്നത്. അവരെ പിക്ചറിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ ഗുഡ്, ആയിക്കോട്ടെ ശരി. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം അയാൾ വായിക്കുന്നത് വായിച്ചോളൂ. എണ്ണൽ സംഖ്യകൾ വശങ്ങളായി വരുന്ന ത്രികോണത്തിന്റെ 11 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ എന്ന ത്രികോണമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആരാണ് വായിക്കുന്നത്? അടുത്ത മുന്നോട്ട് വരാം. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിൾ കൊടുത്തിട്ട് ഒരെണ്ണം 7-ഉം മറ്റേത് 11 ആണ് കൊടുത്തിട്ടുണ്ട്. മറ്റേതിന് സാധ്യത ഏതാണെന്നുള്ളതാണ്. 5. ഗായത്രി വിവരിച്ചു കൊടുക്കാമോ? ആ സർ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ ശരി. അപ്പൊ 11 കിട്ടിയിട്ടുണ്ട്, 7 കിട്ടിയിട്ടുണ്ട് മോളെ. ആ കേൾക്കുന്നില്ല, സൗണ്ട് ക്ലിയർ ഇല്ല. അന്ന് മൈക്കോൺ ചെയ്യും. മൈക്കോൺ ഇപ്പൊ പറഞ്ഞോളൂ. ചായ കുടിക്കാൻ തോന്നില്ലേ? ചായ എന്തോ കഴിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ക്ലാസ് വളരെ പരീക്ഷ വളരെ ഈസി ആയതുകൊണ്ട് പായസം വെച്ച് തന്നാ. പരീക്ഷ വളരെ ഈസി ആയതുകൊണ്ട് പായസത്തിൽ കുടിച്ചോ.
ശരി, എന്തെങ്കിലും ആകട്ടെ. ശരി, അവരുടെ 11ഉം 7 കിട്ടിയത്. ഇത് ഓപ്ഷനിലൊന്ന് കയറി നോക്ക്. 1, 2, 3, സോറി 3 ഇല്ലാത്തോ ഇല്ലേ? 4, 5. 4, 5 അങ്ങനെയാണ്. എന്താ നമ്മൾ ചെയ്തത് പറയൂ. അപ്പോ ഇതില് ഒരു റൂൾ ഉണ്ട്, അതായത് അതില് ഏറ്റവും ചെറിയ 2 സംഖ്യകൾ കൂട്ടിയാൽ വലിയ സംഖ്യനെക്കാട്ടും അധികം ഉണ്ടാവണം എന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 ഉണ്ട്, 7 + 1 8 അത് 7-നെക്കാട്ടും 11-നെക്കാട്ടും വലുതല്ല. പിന്നെ 2 എടുത്ത് നോക്കുമ്പോൾ അന്നേരം അത് വലുതായിട്ട് കാണുന്നില്ല, കാരണം 9 കിട്ടുന്നത്. ഇനി 7 + 4 എടുത്ത് നോക്കുവാണെങ്കിലും നമുക്ക് 11 തന്നെയാണ് കിട്ടുന്നത്. അത് ഈക്വൽ ആണ്, കാരണം അപ്പൊ അതിനെക്കാട്ടും വലുതല്ല, അതുകൊണ്ട് നമുക്ക് അതും ശരിയായിട്ട് കിട്ടില്ല. പക്ഷെ ഇനി നമ്മൾ 7 + 5 നോക്കുവാണെങ്കിൽ നമുക്ക് 12 കിട്ടും. 12 എന്ന് പറയുന്നത് 11-നെക്കാട്ടും വലുതാണ്. അപ്പൊ അതാണ് 7 + 5 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് 11-നേക്കാൾ അധികമാണെന്ന് വ്യക്തമായത് കൊണ്ടാണ് നമ്മൾ ഈ 5-നെ സെലക്ട് ചെയ്യാൻ കാരണം. അല്ലേ ഗായത്രി? ശരിയാണ്, ഗായത്രിയുടെ ആൻസർ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം ആരാണ് വായിക്കുന്നതെന്ന് പറയണം. ചോദ്യം ഇതാണ്. ഒരു സംഖ്യയുടെ 20% എന്നത് 45 ആണ് പോലും. സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ആരാണ് വിവരിക്കുന്നത് പറയും. ഫെർമിൻ ജോസ്. ഫെർമിൻ ജോസ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇതില് മൈക്കോണ്ടെന്ന് പറയുമ്പോൾ ഞാൻ മൈക്കോൺ ചെയ്തില്ല. വേറെ ആരെങ്കിലും ഒരാൾ കൂടി മുന്നോട്ട് പോവാ, നമുക്ക് എല്ലാവരും കൊണ്ട് പങ്കെടുപ്പിക്കാലോ. യെസ്, മക്കളെ പറയൂ. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരാം, പറയാം. നമ്മളുടെ കുട്ടികളെ ഇരിക്കുള്ളൂ. ആരാ? ആകാശിന് പറ്റുക? ആകാശിന് പറ്റുക? പറ്റും. ആകാശ് വീഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? തൃശ്ശൂരിലെ വീഡിയോ ഓൺ ചെയ്ത് എത്രയാണ് ആൻസർ ആദ്യം പറയും ആകാശ്. 225 ആൻസർ. 225 എങ്ങനെ കിട്ടി? X into 20% ആണ് 45. X into അപ്പൊ 20/100. അങ്ങനെയാണ് ചെയ്തത് അല്ലേ? വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതി ചെയ്തോ? സർ 45 × 5 ചെയ്താൽ കിട്ടില്ലേ? 45 × 5 കിട്ടണമെങ്കിൽ ആ 45-നെ 5 കൊണ്ട് കുടിക്കാനുള്ള കാരണം എന്താണെന്ന് പറയണം. കാരണം 20%-നോട് 20%-നോട് 20% വന്നാലാണ് 100% ഉണ്ടാവുക. അപ്പൊ ഒരു 20% 45 ആണെങ്കിൽ അങ്ങനെ 100 45 വന്നാൽ 5 45 വന്നാലല്ലേ 100 ഉണ്ടാവുക, 100% ആവുക. അത് കറക്റ്റ് വഴിയാണ്. 5 20% ചേർന്നാലാണ് 100 ആകുന്നത്. എനിക്ക് മനസ്സിലായി. 5 20% പോകണം 100 ആകുന്നത്. അപ്പൊ മോൾ പറഞ്ഞത് ശരിയാണ്. 45 5 കൊണ്ട് കുടിച്ചാൽ മതി. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഫെർമിൻ ജോസ് പറഞ്ഞ 25-നെ 9 കൊണ്ട് കുടിച്ചാലും 225 കിട്ടുമല്ലോ. അതിന്റെ മറുപടി പറയും. 5 കിട്ടണമെങ്കിൽ 100/20 ആവല്ല, ഈക്വലിറ്റിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത ചോദ്യം പിന്നെ ആരാണ് വായിക്കുന്നത്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 36 ചോദ്യത്തിന്റെ കഴിയുള്ളത്. 1310 കിട്ടുന്നത് പോലും 3 അഭാജ്യ സംഖ്യകൾ തമ്മിൽ കുടിച്ചാൽ, റൈറ്റ് നമ്പേഴ്സ് 3 എണ്ണം കുടിച്ചാൽ 1310 കിട്ടുന്നത്. ആ റൈറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? വളരെ ഈസിയാണ്. കാരണം ഇവിടെ 131 തന്നെയാണ് ശരി. ഇതിന് സമാനമായ ചോദ്യം നമ്മൾ എവിടെ ചെയ്തെന്നാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 4 അഭാജ്യ സംഖ്യകൾ കുടിച്ചാൽ, ഈ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 4 അഭാജ്യ സംഖ്യകൾ തമ്മിൽ കുടിച്ചാൽ 930 കിട്ടുന്നു. 930. അതിന് വലിയ അഭാജ്യ സംഖ്യ ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 10-ന്റെ ഗുണനം വന്നുകൊണ്ട് 2 × 5 എന്ന അഭാജ്യ സംഖ്യയും 2 5 10. ആ 10-നെ 93 കൊണ്ട് കുടിച്ചാലാണല്ലോ 930 കിട്ടുക. ഈ ചോദ്യം നമ്മള് എപ്പിസോഡ് നമ്പർ 3 അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓരോന്നറിയാം. ഓരോ ചോദ്യവും ഏതെല്ലാം വീഡിയോയിലാണ് ഞാൻ എടുത്തതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനനുസരിച്ചുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ എളുപ്പമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ അടുത്ത NMS എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശേഖരിച്ച് വെക്കുക. USSന്റെ ആ കൂട്ടത്തിൽ USSന്റെ മാത്രമല്ല, പ്രീവിയസ് ഇയറിലുള്ള NMSയുടെ ക്വസ്റ്റ്യൻസും അതിലും വരുന്ന പ്രശ്നം 20 മാർക്കിന്റെ ചോദ്യം സാറ്റ് പേപ്പറുണ്ട്.
സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ. ആ സാറ്റ് പേപ്പറിൽ 20 ചോദ്യം കിട്ടാൻ കുറച്ച് പഠിക്കും. അപ്പൊ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് NOS എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരൊരു കാര്യം പഠിക്കുന്നുണ്ട്. കാരണം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും NTSC പോലെയുള്ള പരീക്ഷ വീണ്ടും വരാനിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിലെ മെന്റലിബിലിറ്റി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫെർമിൻ ജോസ് രൂപയെ മാറ്റി തോന്നുന്നു. ഇപ്പം വേറെ എന്തെല്ലാം രൂപത്തിലാണ് ഫെർമിൻ ജോസ് ഇറങ്ങിയത്. ശരി, എടുക്കട്ടെ അങ്ങനെ. അപ്പോ ഇവിടെ 930 കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാ 93നെ 31/3 എഴുതിയിട്ടാണ് ഈ 31 നമ്മൾ കണ്ടുപിടിച്ചത്. അത് ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഈസിയാണ്. 130 ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ആരാണ് ചെയ്യുന്നത്? നമുക്ക് നല്ല ഈസി ചോദ്യമാണ്. 11:5 എന്ന റേഷ്യോ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാലാണ് അത് 3:2 ആവുക എന്ന ചോദ്യമാണ്. ഇത് റേഷ്യോന്റെ ചോദ്യങ്ങളൊക്കെ ഓപ്ഷന് പോകുന്നതായിരിക്കും നല്ലത്. ഇതാരാണ് പറഞ്ഞത്? എനിക്ക് സർ 7 അല്ലേ ആൻസർ? 7 ആൻസർ. നല്ലതെന്താന്ന് പറഞ്ഞാല് ഇതെങ്ങനെയാണ് നമുക്ക് ഈ റേഷ്യോന്റെ ചോദ്യം ഓപ്ഷനിൽ പോകുന്ന നല്ലതേ പറയാൻ കാരണം ഇതിന്റെ കൂടെ 2 കൂട്ടിയാൽ ഇവിടെ 2 പോകും. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ ഇത് 13:7 ആവും. അത് 3:2 അല്ല. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമ്മൾ 11:5 കൂടെയാണ് കൂട്ടേണ്ടത്. അതിന്റെ കൂടെ നമ്മള് ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ 5 ആണ്. 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 കൂട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 16:10 കിട്ടും. അത് ചുരുക്കിയാൽ 8:5 കിട്ടുക. അതും പറ്റൂല. അപ്പൊ നേരത്തെ കാര്യത്തിൽ വന്നതുപോലെയാണ് ശരി. നമുക്ക് 11:5 കൂടെ നമ്മൾ 7 കൂട്ടി വെക്കുക. 11:5 കൂടെ 7 കൂട്ടിയാൽ എന്താ സംഭവിക്കുക? 2 സ്ഥലത്ത് 7 കൂട്ടുക. അപ്പൊ 18 അത് ചുരുക്കി കഴിഞ്ഞാല് നമുക്ക് 3:2 പോകുക. അപ്പൊ വളരെ ഈസി ആയിരുന്ന ചോദ്യം. ശരി, ഇനി അടുത്ത ചോദ്യം ആരാണ് വായിക്കുന്നത് പറഞ്ഞോളൂ. പിന്നെ 41ാമത്തെ ചോദ്യമാണ്. 41. അതൊന്ന് പറഞ്ഞേ. അതായിട്ട് വലിയ നല്ല ചോദ്യമാണ്. 41 x⁻150 ഇങ്ങനെ ചോദ്യത്തോട് നിങ്ങൾ x⁻150 is equal to 9x⁻50 എന്ന ചോദ്യം. ഇതിന്റെ എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണത്. ആർക്കാണ് എന്ന് പറയുന്നതാണ് പ്രസക്തി. സ്ത്രീയാണ്. അതിന് സംശയമൊന്നുമില്ല. സാർ, നമ്മൾ പഠിച്ചിരിക്കുന്ന നിയമപ്രകാരം m⁻n y എന്ന് പറഞ്ഞ m⁻n × y എന്നല്ലേ? അപ്പൊ അത് പ്രകാരം x × 9 എന്നാണ് നമുക്ക് = ടേണിന് ശേഷം തന്നേക്കുന്നത്. അതായത് 3:2 × x⁻50. അതെ. ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. ഞാൻ ഈ x⁻150 3 ആക്കിയാണ് കട്ട് ചെയ്തു. ഇതിലെന്തേ കുഴപ്പമുണ്ടോ? കാരണം ഇത് നിങ്ങൾ പഠിച്ചു പറയാൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ 9x⁻50 3 × 3 എന്ന് 9 എനിക്ക് എഴുതാം. x എന്ന് എഴുതാം. അത് ഞാൻ all⁻50 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുക? 3:50 × 3:50 എന്ന് കിട്ടുമോ എന്നാണ്, x⁻50 എന്ന് കിട്ടുമോ എന്നാണ് എന്റെ ചോദ്യം. കിട്ടും സാർ. യെസ്. അപ്പൊ ഇവിടെ ഈ വശത്ത് x⁻50 is equal to ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എളുപ്പം കഴിഞ്ഞു. എന്താ കാരണം എന്നാൽ കോമൺ ആയിട്ടുള്ള 2 ആളുകൾ കാണുന്നുണ്ട്. ഒരു x⁻50 ഇവിടുന്ന് എടുത്ത് മാറ്റിയാൽ ഒരു x⁻50 ഇവിടുന്ന് മാറ്റി.
അപ്പൊ ഇവിടെ ഈ സൈഡിൽ x⁻50 into x⁻50 എന്ന് ലഭിക്കുന്നു. ഈസ് ഈക്വൽ ടു 3⁻50 into 3⁻50 എന്ന് ലഭിക്കുന്നു. ഇത് നോക്കിയിട്ട് ഇതെങ്ങനെ 3 ആയിട്ടുള്ളതാണ്. ഇതെങ്ങനെയായിട്ട് 3 ആയിട്ട് കിട്ടുക അതൊന്ന് പറയും. ഇവിടെ കൊണ്ട് x⁻2 വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞില്ല. x⁻2 all raised to 50 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? 3⁻2 all raised to 50 എന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങളെന്ന് പറയാം. എഴുതാൻ പറ്റുമോ? ഇവിടെ ഒരു 2 all raised to 50 കാണുന്നുണ്ട്, ഇവിടെ ഒരു 2 all raised to 50 കാണുന്നുണ്ട്. അപ്പൊ x is equal to 1. ഇങ്ങനെയല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലത് മക്കളെ? യെസ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ശരി, അല്ലെ അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത്. കാരണം നാളെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാണ്. കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അടുത്ത ചോദ്യം അയാൾ വായിക്കുന്നത് ഒരു വലിയ ബോട്ടില് നിറയ്ക്കാൻ ഫില്ല് ചെയ്യാൻ 2.5 ഗ്ലാസ് വെള്ളം വേണമല്ലേ, ചെറിയ ബോട്ടിൽ നിറയ്ക്കാൻ 1.5 ഗ്ലാസ് വെള്ളവും വേണം പോലും. വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളവർ തമ്മിലുള്ള ആംശം വരുന്നത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആർക്കാണ് പറയാൻ കഴിയുന്നത്? ഇതിനങ്ങ് ഇരട്ടിയാക്കുക. ഈ രണ്ടാളെ അങ്ങ് ഡബിൾ ചെയ്യാം. രണ്ടാളെ ഡബിൾ ചെയ്യാൻ 2.5 അങ്ങ് 5 ആവും, 1.5 അങ്ങ് 3 ആവും. ഇപ്പൊ 5:3 ഓപ്ഷൻ ഉണ്ടോ? അതാണ് എളുപ്പം. അതുകൊണ്ടൊക്കെ ഈസിയാണ് പറയുന്നത്. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യം എന്റെ കയ്യിലാണ്. 0.8 into 0.3 into 0.01 എന്ന് ഡിവൈഡഡ് ബൈ 0.6 into 0.4 ആണ്. ഈ ഒരു ചോദ്യത്തില് എന്തായാലും പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് 2, 1, 3, 4 സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഞാനങ്ങ് പറയുന്നത്. ഇത് ഒന്നിച്ചും കുറിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് 0.0024 എന്ന് കിട്ടും. അത് ഉറപ്പാണ്. 4 സ്ഥാനം മാറ്റണം. താഴെ നിങ്ങൾക്ക് 6,424.24 കിട്ടും. ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം ഉള്ളത് കൊണ്ട് 10,000 കൊണ്ടൊരൊറ്റ കുടിക്കല്. അപ്പൊ മേലെ താക്ക് ഉടുപ്പുമായി കൊടുക്കുമ്പോൾ താഴെ താക്ക് ഉടുപ്പുമായി കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും മേലെ ഉടുപ്പുമായി കൊടുക്കണം. അപ്പൊ മേലുള്ള ആള് 24 മാറും. താഴെയുള്ള ആള് ഇതിനെത്ര സമാനമായ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടില്ലേ ജസീമെ? എത്ര വയസ്സുണ്ട്? 2,400 മാറും ഇല്ലേ ജസീമെ? 24 ഒരു പ്രാവശ്യം, 2024 ഒരു പ്രാവശ്യം. അപ്പൊ 1/100 ഓപ്ഷൻ ഉണ്ടോ ജസീമെ? അപ്പൊ അതും ഈസിയാണ്. മതി, അത് ഞാൻ പറഞ്ഞില്ല. അത് ഒരു വഴി കണ്ടു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വഴിപ്പാണ് സ്വീകരിക്കാം. അടുത്ത ചോദ്യം 44, 45 മുതൽ അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ നമുക്കിപ്പോ സമയമില്ല. എന്തായാലും ഈസിയായ സ്ഥിതിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളാരെങ്കിലും അത് ഇടപെട്ട് പറയാനെങ്കിൽ പറയാം. കുറച്ച് കുട്ടികളെ കൊണ്ട് ആണെങ്കിലും പരീക്ഷകളാണ്, പരീക്ഷയ്ക്ക് പഠിച്ചോളൂ. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഇനി ഉറ്റു നോക്കേണ്ടത് നിങ്ങൾ ഗിഫ്റ്റഡ് കുട്ടികളാകുമ്പോ എന്നുള്ളതാണ്. ഗിഫ്റ്റഡ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാർക്കുള്ള 45 കുട്ടികളാണ് വിദ്യാഭ്യാസ ജില്ലയിൽ വരുന്നത്. അതിൽ നിങ്ങൾ പെടുമോ എന്നാണ് അറിയേണ്ടത്. അതിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് ഒരു 80-ലധികം കിട്ടേണ്ടി വരും. കാരണം ഇവിടെ USS ലഭിക്കാൻ പ്രയാസമില്ല. കാരണം 63-ലധികം കിട്ടുന്ന ഒരുപാട് കുട്ടികൾ വന്നു കഴിഞ്ഞു. അതേ സമയത്ത് മക്കളെ USS നിങ്ങൾ ഗിഫ്റ്റഡ് ആണെങ്കിൽ അത് ടോപ്പ് മാർക്ക്, ടോപ്പ് മാർക്ക് വരുമല്ലോ എന്തായാലും. അപ്പോൾ ടോപ്പ് മാർക്കുള്ള ഒരു 80-85 ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇയർ വരാനിരിക്കുന്ന NMOC പരീക്ഷയ്ക്ക് തയ്യാറാകുക. ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് അത് എഴുതാൻ പറ്റിയില്ലെങ്കിലും അവരത് പഠിക്കുന്നുണ്ട്. കാരണം തുടർന്നുള്ള പല സ്കോളർഷിപ്പിലും അവർക്ക് എഴുതാമെന്ന് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതുവരെ എന്റെ കൂടെ ജൂലൈ മാസം മുതൽ എന്റെ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുണ്ട്. യൂട്യൂബ് ക്ലാസ് ശ്രദ്ധിക്കുന്ന മക്കളുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കാരണം 10ാം ക്ലാസ്സിൽ ഇപ്പൊ 8ാം ക്ലാസ്സിലെ നമ്മളെ ടെക്സ്റ്റ് മാറുകയാണ്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാറുന്നതനുസരിച്ച് വെക്കേഷൻസിന്റെ ടെക്സ്റ്റ് വരുമ്പോൾ തന്നെ April 5-ന് തന്നെ പുതിയ ടെക്സ്റ്റ് പരിചയപ്പെടുത്തുന്ന ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പേരൻസിനോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പുതിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പരിചയപ്പെടുത്തും. അത് ഇതുപോലെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ലഭിക്കും. അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ് ഞങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. പിന്നെ ഓരോ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ ധാരാളം കുട്ടികൾ ഉള്ളതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരു കേന്ദ്രം വെച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് നേരിട്ട് ക്ലാസ്സുകൾ ലഭിക്കും. വയനാട് ജില്ലയിൽ ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ബെർമിൻ ജോസിന്റെ ജില്ലയിലാണ്, ബെർമിൻ ജോസ് മാത്രമേ ആ ജില്ലയിൽ വന്നിട്ടുള്ളൂ. ബെർമിൻ ജോസ് ഏത് ജില്ലയിലാണ്? കണ്ണടയൊക്കെ ഇടുക്കി. ഇടുക്കി ജില്ലയിൽ നമുക്ക് ബെർമിൻ ജോസ് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ 2 കുട്ടികൾ ഓൺലൈനിലുണ്ട്. പക്ഷേ മറ്റു സ്ഥലത്തൊക്കെ കൂടുതൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് അവിടെ നേരിട്ട് വന്ന ക്ലാസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതൊരു തുടക്കമായിട്ട് നന്നായിട്ട് പഠിക്കുക മക്കള്. പിന്നെ 10ാം ക്ലാസ്സിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഫുൾ A+ കിട്ടും എന്തായാലും നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന NMOC പരീക്ഷയ്ക്ക് തയ്യാറാകുക. ഇതുവരെ സഹകരിച്ചതിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസിനോട്, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ടീച്ചേഴ്സിനോട് അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. 2 ദിവസം കൊണ്ട് നമ്മളുടെ ഈ ഗ്രൂപ്പ് നമ്മൾ തിരിച്ചു വിടും. അപ്പൊ നമുക്ക് ആ സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഇത് വരുന്ന സമയത്തൊക്കെ വിളിക്കാം. നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് സംശയം വന്നെങ്കിലും ഇനിയും തുടർന്ന് എന്നെ വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയാൽ 8686171729. ബെർമിൻ ജോസിന്റെ ഫാദർ കൂടെ ഇരുന്നു. എന്താ സാർ? ഫാദർ കൂടെ ഇരിക്കുന്നുണ്ടോ? സാറിന്റെ കൂടെ ഒന്ന് സാറിന്റെ കൊടുക്കും പോലെ പപ്പുണ്ടോ? ഇല്ലേ? പേരൻസ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം. കുട്ടികളുടെ പേരൻസ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം. കാരണം നിങ്ങളാണെങ്കിൽ അവരെ എങ്ങനെ വിളിക്കുക, നിങ്ങളാണ് രാവിലെ 5:30 മണിക്കുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ അവരെ സഹായിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ ആ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു. അപ്പോ അങ്ങനെ പേരൻസ് ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം. സാറേ കേൾക്കാം? മൈക്ക് ഓൺ ചെയ്താൽ മതി. ഹലോ, കേൾക്കാം. നമ്മുടെ മക്കളോട് പറയാനുള്ളത് എന്താണ് ഇന്നത്തെ USS പരീക്ഷയെ പറ്റി സാറിന്റെ അഭിപ്രായം? സാർ ഒരു മാത്സ് ടീച്ചർ കൂടി ആണെങ്കിൽ നമ്മുടെ ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒന്ന് പറയാം. ക്ലാസ്സുകൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകൾ സാർ ഒത്തിരി കണക്കുകൾ ചെയ്യിപ്പിച്ചു. അതിന്റെ ഷോർട്ട് കട്ടുകൾ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ മലയാളം, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് അതുപോലുള്ളവയ്ക്ക് അത്ര ഒരു പരിശീലനം ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മറ്റു വിഷയങ്ങൾക്ക് കൂടി കുറച്ചുകൂടി ക്ലാസ്സുകൾ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതൊക്കെ തന്നെ പഠിക്കുകയും നമ്മൾ സഹായിച്ചൊക്കെ കുട്ടികൾ പഠിച്ചു, ഇവൻ ഫെർമിൻ പഠിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. പരീക്ഷ എളുപ്പമായിരുന്നു. മാത്സ് അവന് എളുപ്പമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. മറ്റു വിഷയങ്ങൾക്ക് അത്ര ഒരു ചെറിയ ചെറിയ മാർക്കുകളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും USS കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മാത്രമല്ല അവന് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ന്യൂമാത്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മുതൽ അവൻ ഈ മാത്സിന്റെ പ്രോബ്ലംസ് എവിടെ കണ്ടാലും അത് അപ്പൊ തന്നെ എടുത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന ചേട്ടന്റെ ക്വസ്റ്റൻ ആയാലും ചെയ്ത് നോക്കാനുള്ള ഒരു താല്പര്യം മാത്സിൽ കണ്ടുപിടിക്കാനായിട്ടൊരു താല്പര്യം. നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ജസീം, ന്യൂമാത്സിന്റെ വിന്നറാണ്. സർ ഞാനും ഒരേ ബാച്ചിലാണ്, L1 ബാച്ച്. ജസീം ഒന്ന് വീഡിയോ ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട്. ജസീമിന്റെ പരിചയം അറിയാം സാർ, അറിയാം. നിങ്ങൾ തമ്മിൽ അറിയാം. ഞങ്ങൾക്ക് ചെയ്തിരുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരും നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്ന ചില ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മക്കൾക്ക് കൊടുക്കാമല്ലോ.
ശരി, ഓക്കെ ഓക്കെ സാറേ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ പറഞ്ഞ സാറ് പറഞ്ഞ ശരിയാണ്. നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഒക്കെ എടുക്കുന്ന അധ്യാപകർ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ക്ലാസ് കൊടുക്കാൻ പറ്റില്ല, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കിട്ടാതെ പോയത്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം, അത് കൊടുക്കാം സാറേ കേട്ടോ. ഓക്കെ സാർ, കേൾക്കാം. സാറിന്റെ മൈക്ക് ഓഫാണ്, അതുകൊണ്ടാണ്. ഇനി കേട്ടു. അതുപോലെ തന്നെ സാറിന്റെ ഇത്തരത്തിലുള്ള രാവിലെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ പരീക്ഷ ബേസിസുമായിട്ട് ബന്ധപ്പെട്ട് സാറ് നടത്തുന്ന ഈ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വളരെ പ്രയോജനകരമാണ്. കാരണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിലേക്ക് യാത്ര ചെയ്യാതെ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു കുട്ടിക്കും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അതിന് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. മാത്രമല്ല സാറിന്റെ ഈ എഫർട്ടിന് പ്രത്യേകം എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും കുട്ടികൾക്കോ അതുപോലെ പേരൻസിനോ പറയാമെങ്കിൽ പറയാം. ആ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അനുജന് നിങ്ങൾ അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് സാർ. സംശയമൊക്കെ ചോദിച്ച് നിങ്ങളെ സമീപിക്കാറുണ്ടോ? ആ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇനി ശരിക്കുള്ള ആൻസർക്ക്, അതായത് ഔദ്യോഗിക ആൻസർക്ക് വരാനിരിക്കുന്ന ഒരാഴ്ചകളും വരും. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ആ ചോദ്യം തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അതിനുള്ള അവസരം വരാറുണ്ട്. ഏതെങ്കിലും ചോദ്യത്തിൽ പ്രിന്റിംഗ് പ്രശ്നം വരികയാണെങ്കിൽ അല്ല, ചോദ്യങ്ങൾ തന്നെ സയൻസിനോ സോഷ്യലിനോ അല്ലെങ്കിൽ മലയാളത്തിനോ ഇന്ന ചോദ്യം അവിടെ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ ചോദ്യം ക്യാൻസൽ ചെയ്താൽ അവിടെയും മാർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം നേടുകയാണ്. എല്ലാവരും ഗിഫ്റ്റഡ് കുട്ടികളാണ് ആശംസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.